മരണ വീട്ടിലാണോടാ ചിരിക്കുന്നത് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഈ ഒരു മരണ വീട്ടിൽ പോയ ചിരി വരും. അങ്ങനത്തെ ഒരു കഥ സംസാരിക്കുന്ന മൂവിയാണ് പെരിസ്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഒരു പെരിസ്, അതായത് ഒരു ഫാമിലിയിൽ തന്നെ ഏറ്റവും ഏജ് ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ നാട്ടിൽ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരാൾ, അയാൾ വീട്ടിലിരുന്ന് രാവിലെ ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അയാൾ അങ്ങ് മരണപ്പെടുകയാണ്. മരണപ്പെട്ട എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമുണ്ട് ഇതിന്. പിന്നീട് ആ കുഴപ്പവും പിന്നീട് ആ ഒരു മരണശേഷം ആ വീട്ടിൽ നടക്കുന്ന കുറച്ച് ഇവന്റ്സ് ഒക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. സിനിമ ഒരു പക്ക ബ്ലാക്ക് കോമഡി മൂവിയാണ്. ഒരുപാട് ഡബിൾ മീനിങ്സ് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് അഡൽട്ട് കണ്ടന്റ്സും കോമഡീസ് ഒക്കെ ഉള്ള ഒരു മൂവിയാണ്. സോ അങ്ങനത്തെ ഒരു ജോണേഴ്സ് അല്ലെങ്കിൽ ഡബിൾ മീനിങ്സും ബ്ലാക്ക് കോമഡീസും ആ ഒരു ടൈപ്പ് ഓഫ് മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ മൂവി തന്നെയാണ്. ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് എൻജോയ് ചെയ്ത ഒരു മൂവിയും കൂടിയാണ്. ഒരു പോയിന്റ് വരാം, ആ ഒരു ബ്ലാക്ക് കോമഡിയും അല്ലെങ്കിൽ ഡബിൾ മീനിങ്സും ബാക്കിയുള്ള പരിപാടി എല്ലാം നല്ല രീതിക്ക് എക്സിക്യൂട്ട് ചെയ്ത് നല്ല രീതിക്ക് വർക്കായി പോകുന്നുണ്ട്. ഈ ഒരു സ്റ്റോറി അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ കോമഡീസും അങ്ങനത്തെ ഒരു കണ്ടന്റ് ഒക്കെ. പക്ഷേ സിനിമയുടെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് മടുത്തു തുടങ്ങും. ആ സിനിമയുടെ കണ്ടന്റ് ആയാലും ഈ കോമഡീസ് ആയാലും എല്ലാം. പക്ഷെ വെറുപ്പിക്കുന്നുണ്ടോ ചോദിച്ചാൽ വെറുപ്പിക്കുന്നില്ല. പക്ഷെ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തീർത്താൽ മതിയായിരുന്നു, ഇനിയും ഒരുപാട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, ഓക്കെ പെട്ടെന്ന് സൊല്യൂഷൻ കണ്ടുപിടിച്ച് പരിപാടി അങ്ങ് തീർക്കുക എന്ന് നമുക്ക് തോന്നിപ്പോകും. അങ്ങനത്തെ ഒരു മൂവ്മെന്റ് സിനിമയിൽ വരുന്നുണ്ട്. പക്ഷെ ഓവറോൾ നോക്കുവാണെങ്കിൽ ആ ഒരു ഡബിൾ മീനിങ്സും ബ്ലാക്ക് കോമഡിയും ആ ഒരു കണ്ടന്റും അതൊക്കെ നല്ല രീതിക്ക് പ്ലേസ് ചെയ്ത് ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസിലും ആ സിറ്റുവേഷൻ അവർ ഹാൻഡിൽ ചെയ്യുന്നതും എല്ലാം നല്ല രീതിക്ക് കൊണ്ടുപോകുന്നുണ്ട്. ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. ഒരിക്കലും നമ്മൾ അധികം വെറുപ്പിക്കുന്നില്ല. ഒരുപാട് വെറുപ്പിക്കാൻ പറ്റിയ കോമഡീസും സിറ്റുവേഷൻസും അങ്ങനത്തെ ആക്ടേഴ്സ് ഒക്കെ സിനിമയിൽ ഉണ്ടായിട്ട് പോലും ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോകുന്നുണ്ട്. അതൊക്കെ നല്ല രീതിക്കായിട്ട് തന്നെ ഈ ഒരു മൂവിൽ വർക്കായിട്ടുണ്ട്. നമ്മൾ എത്ര എൻജോയ് ചെയ്തെന്ന് പറഞ്ഞാലും ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് എന്തായാലും മടുത്തു തുടങ്ങും. അതുപോലെ ഈ ഒരു സിനിമയിലും ഈ ഒരു സിറ്റുവേഷൻസും കോമഡീസ് ഒക്കെ ഒരു പോയിന്റ് കഴിയുമ്പോൾ മടുത്ത് തുടങ്ങുന്നുണ്ട്. പക്ഷെ ആ ഒരു റൺ ടൈം കുറച്ചും കൂടി കുറച്ചിരുന്ന ആ സിറ്റുവേഷൻ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സിറ്റുവേഷൻ ആണ്, നല്ലൊരു ബ്ലാക്ക് കോമഡി കണ്ടന്റ് ആണ്, നല്ല ഡബിൾ മീനിങ്സ് ആയിട്ടുള്ള ഒരുപാട് നമ്മളെ ചിരിപ്പിക്കുന്ന എലമെന്റ്സ് ഒക്കെ ഉണ്ട്. അത് നല്ല രീതിക്ക് ഒരു ട്രാക്കിൽ പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു മൂവി ഡ്യൂറേഷൻ കാരണം അത് നല്ല രീതിക്ക് അഫക്റ്റ് ആവുന്നുണ്ട്. ആ ഒരു ഡ്യൂറേഷനൊക്കെ കുറച്ച് ട്രിം ചെയ്ത് അല്ലെങ്കിൽ ഈ സംസാരിക്കുന്ന കണ്ടന്റ് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു തീർന്ന് അല്ലെങ്കിൽ ഒരു 1 അവറിനകത്തൊക്കെ പറഞ്ഞു തീർക്കാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായേനെ. ആൻഡ് വേറൊരു കാര്യം, ഇതൊരു പക്ക അഡൽട്ട് കണ്ടന്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. 18+ ആയിട്ടുള്ള കോമഡീസും ഡബിൾ മീനിങ്സും ബ്ലാക്ക് കോമഡീസും അങ്ങനത്തെ ഒരു ജോണറാണ് മൂവി. അതുകൊണ്ട് ഫാമിലി ആയിട്ടും മറ്റേ കൊച്ചുകുട്ടികളൊക്കെ പിടിച്ചോട്ടിരുത്തി സിനിമ കാണരുത്. ആൻഡ് ഒരു ഫീൽ ഗുഡ് കോമഡി മൂവിയാണ് പ്രതീക്ഷിച്ച് പോകുന്നെങ്കിൽ ഒരിക്കലും ഈ സിനിമ നിങ്ങൾക്ക് വർക്കാവത്തില്ല. അങ്ങനത്തെ ജോണറും ടൈപ്പും അല്ല. ഒരു പക്ക ബ്ലാക്ക് കോമഡി ഡബിൾ മീനിങ്സ് ഒക്കെ നിറഞ്ഞ് ഒരുപാട് നൈസ് ആയിട്ടുള്ള എലമെന്റ്സും സിറ്റുവേഷൻസ് ഒക്കെ കണ്ട് സിനിമ മുന്നോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് മൂവീസ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂവിയാണ്. ചെറിയൊരു കോൺസെപ്റ്റ് ആണ്, വലിയ സ്റ്റോറി ലൈൻ ഒന്നുമില്ല, ചെറിയൊരു കോണ്ടന്റ് അതിനെ നല്ല രീതിക്ക് തന്നെ മൂവിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഈ ഒരു ബാക്കിയുള്ള എലമെന്റ്സ് ഒക്കെ മിക്സ് ചെയ്തിട്ട്. സോ എന്തായാലും കണ്ടു നോക്കുക. എനിക്ക് ഓവറോൾ കണ്ടപ്പോൾ നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല വർക്കായ ഒരുപാട് സിറ്റുവേഷൻസും കോമഡീസ് ഒക്കെ ഉണ്ട്. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.